വിശുദ്ധ എവൂപ്രാസ്യമ്മയുടെ ജന്മം കൊണ്ട് ലോകചരിത്ര താളുകളിൽ തങ്കലിപികളാൽ ആലേഖിതമാകുന്നു എടത്തിരുത്തി കാട്ടൂർ ഗ്രാമം. പഴമയുടെ പ്രൗഢിയും മോടിയും നിലനിർത്തിക്കൊണ്ട് പുനർനിർമ്മിതമായ വിശുദ്ധ എവൂപ്രാസ്യയുടെ ജന്മഗൃഹവും എവൂപ്രാസ്യമ്മയുടെ ജീവനും ജീവിതവും കൊണ്ട് അവിടെ സമലങ്കൃതമാക്കപ്പെടുന്ന എവൂപ്രാസ്യ മ്യൂസിയവും ഇവിടെ വിശുദ്ധ സാന്നിധ്യത്തിന്റെ കൂടാരം തീർക്കുന്നു. സമയത്തെയും കാലത്തെയും അതിജീവിക്കുന്ന ചില വ്യക്തിത്വങ്ങൾ ഈ ഭൂമിയിൽ ദൈവിക നന്മയുടെ ഓർമ്മപ്പെടുത്തലുകളാകുന്നു. വിശുദ്ധ എവൂപ്രാസ്യയുടെ ആത്മീയതയ്ക്ക് ഈണം പകർന്ന ഈ പുണ്യഭൂമി, ഇവിടെ തലയുയർത്തി നിൽക്കുന്ന എവൂപ്രാസ്യ ഭവൻ മ്യൂസിയം അനേകായിരങ്ങൾക്ക് ആത്മീയ വെളിച്ചം പകരുന്ന പ്രാർത്ഥനാ വഴികളുടെ ഇടമൊരുക്കുന്നു. കുഞ്ഞു റോസയിൽ നിന്ന് വിശുദ്ധ എവൂപ്രാസ്യയിലേക്കുള്ള വിസ്മയനീയവും ദുർഘടവുമായ വഴികളെ മനോഹരമായ കരവിരുതുകളിലൂടെ, ആലേഖനങ്ങളിലൂടെ, ഒരു നൂറ്റാണ്ടിന്റെ പിന്നാമ്പുറങ്ങളിലൂടെ കടത്തി ഇന്നിന്റെ മഹിത സരണിയിലെത്തിക്കുന്ന വിശുദ്ധ കാഴ്ചകളൊരുക്കുന്നുണ്ട് ഈ എവൂപ്രാസ്യ മ്യൂസിയം. തോടും ചിറകളും വയലേലകളും കേരവൃക്ഷങ്ങളും നിരച്ചൂടി നിൽക്കുന്ന ശ്യാമസുന്ദരമായ കാട്ടൂർ ഗ്രാമം, പ്രശാന്തതയും പവിത്രതയും നിറഞ്ഞ, മണ്ണിനോട് ഓരം ചേർന്ന് നിന്ന് അധ്വാനിക്കുന്ന സാധാരണ മനുഷ്യർ, വെള്ളവും വള്ളവും കൃഷിയായുധങ്ങളും കൊയ്ത്തും പാട്ടും പത്തായപ്പുരകളുമൊക്കെ അവരുടെ സ്ഥിരം കൂട്ടുകാർ. ദൈവം അനുഗ്രഹിച്ചു നൽകിയിരിക്കുന്ന സമൃദ്ധി എലുവത്തിങ്കൽ തറവാടിന് വേണ്ടുവോളമുണ്ടായിരുന്നു. കണ്ണെത്താത്ത ദൂരത്തോളം പാടശേഖരങ്ങളും മറ്റ് കൃഷിയിടങ്ങളും സ്വന്തമായുണ്ടായിരുന്ന തറവാട്ടുകാരണവർ. എലുവത്തിങ്കൽ ചേർപ്പൂക്കാരൻ കാക്കൂ മകൻ അന്തോണി. ഭക്തിയും സൗമ്യതയും വിധേയത്വവും ശാലീനതയുമുള്ള അരണാട്ടുകര ചാലിശ്ശേരി പൊറിഞ്ചുമകൾ കുഞ്ഞേത്തിയായിരുന്നു അന്തോണിയുടെ ഭാര്യ. ഇവരുടെ സന്താനമായി 1877 ഒക്ടോബർ 17 റോസ ജനിച്ചു. ദൈവം
തനിക്കേറ്റം പ്രിയപ്പെട്ട നക്ഷത്രങ്ങളിലൊന്നിനെ ഈ ഭൂമിക്ക് സമ്മാനമായി നൽകിയ ദിനം, സ്വർഗവും ഭൂമിയും ഒരുപോലെ സന്തോഷിച്ച ദിനം. പ്രാർത്ഥനയുടെ വഴിയെ നടന്ന് വിശുദ്ധിയുടെ താഴ്വരയിലെത്തിയ ഈ പുണ്യജന്മത്തിൻ്റെ ഈ ഭൂമിയിലെ ഇടം നന്മ നിറഞ്ഞ ഈ മലയാള നാടായിരുന്നു എന്നത് നമ്മുടെ ഭാഗ്യം. റോസ എന്ന പേരിൽ സ്വന്തം ഇടവകയായ എടത്തിരുത്തി ദേവാലയത്തിൽ വെച്ച് വികാരി ബഹുമാനപ്പെട്ട ഊക്കൻ മാത്യു അച്ഛനിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ച് ആത്മാവിൽ കരുത്തോടെ അവൾ മുന്നേറി. ഇന്ന് അവളുടെ മാമോദീസ തൊട്ടി കുടികൊള്ളുന്ന എടത്തിരുത്തി ഇടവക പള്ളിയിൽ ഒരു ജ്ഞാനസ്നാന സ്മാരക മന്ദിരം വിശുദ്ധ എവുപ്രാസ്യമ്മയുടെ ഓർമ്മയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദൈവസ്നേഹത്തിന്റെ ആദ്യാക്ഷരങ്ങൾ അമ്മയുടെ ഉദരത്തിൽ വച്ചുതന്നെ അവൾ അറിഞ്ഞു തുടങ്ങി കാണണം. ദൈവഭക്തയും സുശീലയുമായിരുന്ന അവളുടെ അമ്മ തന്നെയായിരുന്നു ഇക്കാര്യത്തിൽ അവളുടെ മാതൃകയും ഗുരുനാഥയും. കൈവിരൽ തുമ്പിൽ പിടിച്ച് പിച്ചവെച്ചു നടന്ന മകൾക്ക് കഥയായും കർമ്മമായും പ്രാർത്ഥനയായും ഈശോയെ പകർന്നു നൽകിയതും അവളുടെ സ്വന്തം അമ്മയായി പരിശുദ്ധ മറിയത്തെ പരിചയപ്പെടുത്തിയതും അവളുടെ അമ്മ തന്നെയായിരുന്നു. എലുവത്തിങ്കൽ തറവാട്ടിലെ ആഭരണപ്പെട്ടി കുഞ്ഞുമകൾക്കായി തുറന്നുവെച്ച് മാറി മാറി അവളെ അണിയിച്ച് തിളക്കത്തോടെ അവളെ കാണാൻ അമ്മൂമ്മ കുഞ്ഞന്നയ്ക്ക് ഏറെ സന്തോഷമായിരുന്നു. കാട്ടൂരിന്റെ സുന്ദരമായ നാട്ടുവഴികളിലൂടെ കസവും പട്ടും ആഭരണങ്ങളും അണിഞ്ഞ് ഓലക്കുട ചൂടി അമ്മയുടെ കൂടെ എല്ലാ പ്രഭാതത്തിലും വിശുദ്ധ ബലിക്കായി പോകുന്ന കാഴ്ച നാട്ടുകാർക്ക് ഏറെ കൗതുകം ഉണർത്തുന്നതായിരുന്നു. 9ാമത്തെ വയസ്സിൽ റോസയുടെ മുൻപിൽ സ്വർഗം തുറക്കപ്പെട്ടു. സ്വർഗത്തിലെ 9 വൃന്ദം മാലാഖമാരിൽ ഓരോ വൃന്ദവും ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് സ്വർലോകരാജ്ഞിയായ പരിശുദ്ധ അമ്മയെ വണങ്ങുന്ന അപൂർവ സുന്ദരമായ കാഴ്ച കണ്ട് വിശ്വസിക്കാനാകാതെ അത്ഭുതം കൂറി നിന്ന റോസയോട് പരിശുദ്ധ അമ്മ പറഞ്ഞു, മകളെ, നീ എൻ്റെ മകൻ്റെ മണവാട്ടിയാകണമെന്ന്. ക്രിസ്തുവിൻ്റെ മണവാട്ടിയുടെ യഥാർത്ഥ സൗന്ദര്യം തിരിച്ചറിഞ്ഞു അവൾ പിന്നീടൊന്നും ചിന്തിച്ചില്ല, പൂർണ്ണ സമ്മതമരുളി. എന്നാൽ മൂത്ത മകളായ റോസയുടെ വിവാഹകാര്യം മുൻകൂട്ടി ഉറപ്പിച്ച് സ്വപ്നം കണ്ടിരുന്ന കാർക്കശ്യക്കാരനും നിർബന്ധബുദ്ധിയുമായ എലുവത്തിങ്കൽ അന്തോണിക്ക് കന്യാസ്ത്രീയാകാനുള്ള മകളുടെ ആഗ്രഹം ഉൾക്കൊള്ളാനായില്ല. തറവാടിന്റെ അന്തസ്സിന് യോജിച്ച വിധത്തിൽ അത്യാഡംബരപൂർവം മകളുടെ വിവാഹം നടത്തണമെന്ന അന്തോണിയുടെ ഉറച്ച തീരുമാനം എലുവത്തിങ്കൽ തറവാട്ടിൽ മുഴങ്ങി. അനുജത്തി കൊച്ചുത്രേസിയെ മഠത്തിലയക്കാം, റോസയെ വിവാഹം ചെയ്തയക്കാം എന്ന അന്തോണിയുടെ അവസാന തീരുമാനത്തിന് മുമ്പിൽ മറുചോദ്യങ്ങൾക്ക് സാധ്യതയില്ലായിരുന്നു. എത്ര സ്നേഹമുണ്ടെങ്കിലും മകളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾക്ക് മേലെയായിരുന്നു തറവാട്ട് കാരണവന്മാർക്ക് കുടുംബപ്പേരിന്റെ അന്തസ്സും ആഭിജാത്യവും. എന്നാൽ ദൈവഹിതം മറ്റൊന്നായിരുന്നു. അനുജത്തി കൊച്ചുത്രേസ്യയുടെ പെട്ടെന്നുള്ള മരണം എലുവത്തിങ്കൽ അന്തോണിയിൽ മനംമാറ്റം വരുത്തി. അവസാനം മനമില്ലാ മനസ്സോടെ റോസയെ മഠത്തിലയക്കാൻ അനുമതിയേകി. 1858 ഒക്ടോബർ 24-ാം തീയതി അവളുടെ 9ാം വയസ്സിൽ അവൾ ആഗ്രഹിച്ച വഴിയെ തന്നെ അന്ന് കേരളത്തിൽ ആദ്യമായി രൂപപ്പെട്ട കൂനമ്മാവിലെ സന്യാസിനി ഭവനത്തിലേക്ക് അവളെ യാത്രയാക്കുകയും അവൾക്കൊപ്പം നിന്ന് അനുഗമിക്കുകയും ചെയ്ത സ്നേഹമുള്ള അപ്പനായി മാറി എലുവത്തിങ്കൽ അന്തോണി. കൂനമ്മാവ് ബോർഡിംഗ് ഹൗസിൽ നിന്ന് തിരിച്ച് രോഗിയായ തൻ്റെ മകളെയും ചേർത്തു പിടിച്ച് പടിയിറങ്ങുമ്പോൾ ആ അപ്പൻ്റെ മനസ്സ് ശരിക്കും വേദനിച്ചിട്ടുണ്ടാകും. പക്ഷേ അപ്പോഴും ശരീരത്തിന് നഷ്ടപ്പെട്ട ബലം കൂടെ മനസ്സിൽ ചേർത്തുവെച്ച് റോസക്കുഞ്ഞ് പരിശുദ്ധ മാതാവിനോട് പ്രാർത്ഥിച്ചു. അവൾ ഉറപ്പിച്ചു, ഞാൻ ഇവിടെ തിരികെ എത്തുമെന്ന്.
എലുവത്തിങ്കൽ തറവാടും കാട്ടൂർ ഗ്രാമം മുഴുവനും റോസയെ കരുതലോടെ ശുശ്രൂഷിച്ചു. കാട്ടൂരിന്റെ കൈവഴികളും തറവാടിന്റെ അകത്തളവുമൊക്കെ സ്നേഹം കൊണ്ട് നിറച്ച് ഓടി നടന്നിരുന്ന പ്രിയപ്പെട്ട റോസ കുഞ്ഞിനെ അവർക്ക് തിരിച്ചു വേണമായിരുന്നു. അതിലുപരി പ്രിയ മണവാട്ടിയെ ഈശോയ്ക്കും തിരികെ വേണമായിരുന്നു. വിദഗ്ധ ചികിത്സയിലൂടെ ആരോഗ്യം വീണ്ടെടുത്ത് അവൾ വീണ്ടും സന്യാസ ഭവനത്തിൽ തിരിച്ചെത്തി. എങ്കിലും ഇടയ്ക്കിടെ പിടിപ്പെട്ട രോഗം ഏവരെയും അസ്വസ്ഥരാക്കി. ഒരിക്കൽ രോഗബാധിതയായ റോസയെ മരണാസന്നയായി കണ്ടതിനാൽ അമ്മമാർ വീട്ടിലേക്ക് തിരിച്ചയക്കാതെ രോഗീലേപനം നൽകി കിടക്കയിൽ പരിചരിച്ചുകൊണ്ടിരിക്കെ തിരുക്കുടുംബ ദർശനം ലഭ്യമായ അവൾ കിടക്കയിൽ നിന്ന് എണീറ്റിരുന്ന് ചെറുപുഞ്ചിരിയോടെ നടക്കാൻ തുടങ്ങിയത് അതിശയകരമായ കാഴ്ചയായിരുന്നു. വിവിധങ്ങളായ രോഗപീഠകളെയും പ്രലോഭനങ്ങളെയും അതിജീവിച്ച് എലുവത്തിങ്കൽ ചേർപ്പൂക്കാരൻ റോസ 1897 മെയ് 10 അമ്പഴക്കാട്ട് മഠത്തിൽ വച്ച് ശിരോവസ്ത്രം സ്വീകരിക്കുകയും ഈശോയുടെ തിരുഹൃദയത്തിന്റെ എവൂപ്രാസിയായി മാറുകയും ചെയ്തു. ഇന്നും വൈന്തല അമ്പഴക്കാട്ട് മഠത്തിന്റെ അകത്തളങ്ങളിൽ വിശുദ്ധയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നു. അമ്മ ഉപയോഗിച്ചിരുന്ന മുറിയും സന്യാസത്തിന്റെ പ്രാരംഭദശയിൽ തിന്മയുടെ ശക്തിയോട് പോരാടിക്കൊണ്ട് വീഴാനിടയായ ഗോവണിപ്പടികളും ഇന്നും അവിടെ പൂജ്യമായി കാത്തുസൂക്ഷിക്കുന്നു. 1898 ജനുവരി 10 തൃശൂർ പ്രഥമ തദ്ദേശീയ മെത്രാൻ മാർ ജോൺ മേനാച്ചേരിയിൽ നിന്ന് സഭാവസ്ത്രം സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് ഒല്ലൂർ മഠസ്ഥാപനത്തെ തുടർന്ന് ഒല്ലൂർ മഠത്തിലെത്തുകയും 1900 മെയ് 24 നിത്യവ്രത വാഗ്ദാനം നടത്തുകയും ചെയ്തു. ഇനിയും 52 കൊല്ലത്തോളം നീണ്ട ആ സന്യാസ തപോ ജീവിതം ഒരുപാട് ദൈവാനുഭവങ്ങൾ നമ്മുടെ മുൻപിൽ തെളിയിച്ചു തരുന്നുണ്ട്. എവൂപ്രാസ്യ മ്യൂസിയത്തിൽ ദൃശ്യമാകുന്ന ഭാവനാ ചിത്രങ്ങളും ആവിഷ്കാര ദൃശ്യങ്ങളും വിശുദ്ധ എവൂപ്രാസ്യയുടെ ജീവിതത്തിന്റെ ഒരു പൂർണ്ണ ചിത്രം നമുക്ക് നൽകുന്നുണ്ട്. ഈ ജന്മഗൃഹവും ഇതിന്റെ പശ്ചാത്തല പ്രദേശങ്ങളും, പ്രത്യേകിച്ച് വിശുദ്ധ എവൂപ്രാസ്യ ഉപയോഗിച്ചിരുന്ന കിണറും ഈ വിശുദ്ധ ഭൂമിയുടെ നേർക്കാഴ്ചയാണ്. ഇതിലെ തീർത്ഥജലം അനേകർക്ക് രോഗസൗഖ്യവും ആത്മീയ അനുഭൂതിയും പ്രദാനം ചെയ്യുന്നു.
നീണ്ട 75 വർഷം തന്റെ ഭൗമിക സാന്നിധ്യത്താൽ ഈ ഭൂമിയിൽ പുണ്യം വിതച്ച വിശുദ്ധ എവൂപ്രാസ്യ 1952 ഓഗസ്റ്റ് 29 സ്വർഗീയാരാമത്തിലേക്ക് പറിച്ചു നടപ്പെട്ടു. സ്വർഗത്തിന്റെ വിശുദ്ധിയുടെ ഗിരിശൃംഗങ്ങളിൽ മരിച്ചാലും മറക്കില്ലാട്ടോ എന്ന പ്രാർത്ഥനാ വാഗ്ദാനവുമായി വിശുദ്ധ താരകമായി വിരാജിക്കുന്ന വിശുദ്ധ എവൂപ്രാസ്യയുടെ മുൻപിൽ നമുക്ക് പ്രണാമമർപ്പിക്കാം. ആ അനുഗ്രഹവർഷം നമുക്കേറ്റുവാങ്ങാം. ആ ജീവിത മാതൃക നമ്മുടെ ജീവിത മേഖലകളിലും അനുകരിക്കാം. അവളുടെ മാധ്യസ്ഥം തേടി നമുക്കും പ്രാർത്ഥിക്കാം.